രേണുസുതി പുറത്തായപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ കുറേ അധികം കാര്യങ്ങൾ രേണു പറയുന്നു. എന്നെ നെഗറ്റീവ് പറഞ്ഞവരുടെ അടുത്ത് അവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ വീട്ടിൽ കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതും ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു മാസം ഞാൻ നിന്നു. അത് അവർക്കുള്ളൊരു മറുപടിയാണ്. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു ദിവസമെങ്കിലും നിൽക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരു മാസമെങ്കിലും നിന്ന് ലാലേട്ട. അത് ഞാനൊരു വിജയമായിട്ട് കൂട്ടുന്നു. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ട്രോമ വന്നിരുന്നു. അത് അന്ന് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്യുന്നതൊക്കെ അത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ആ ഒരു ട്രോമയിലേക്ക് ഞാൻ വീണ്ടും പോയി. എനിക്കതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ പിള്ളേരുടെ കാര്യം ഓർത്തിട്ട് എനിക്കിവിടെ ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല. പിള്ളേരെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. പക്ഷേ എനിക്കിവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിലും വലുതാണ് എനിക്ക് പിള്ളേർ എന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു. മാത്രമല്ല വ്യൂവേഴ്സിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ലാലേട്ടൻ പറഞ്ഞിരുന്നു രേണുസുതിക്ക് നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് രേണുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് വോട്ട് ചെയ്തു തന്ന എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇങ്ങനൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്ന് രേണുസുതി എല്ലാവരോടും പറയുന്നു. എന്തായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് രേണുസുതിക്ക് വൻ നെഗറ്റീവ് തന്നെയായിരുന്നു. ഇനി അങ്ങനെ നെഗറ്റീവ് ഒന്നും വരാതെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ. രേണുസുതി മികച്ച ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലായിരുന്നു. പക്ഷേ ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി ബിഗ് ബോസ് വീട്ടിൽ വരെ എത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് പുള്ളിക്കാരത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. രേണുവിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. രേണു ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.